നമസ്കാരം. ഭാവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാനിവിടെ തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമേ ഉപ്പ് ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് റെഡിയാക്കി വയ്ക്കുക. വളരെ കുറച്ച് വെജിറ്റബിൾസ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു ഇടത്തരം വലുപ്പമുള്ള ക്യാരറ്റ്, ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അരികൊക്കെ കളഞ്ഞിട്ട് ഷീറ്റായിട്ട്, ഒരു ബ്രെഡ് 2 ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ബട്ടർ. നമ്മൾ കുക്ക് ചെയ്യുന്നത് ബട്ടറിലാണ്. 3 മുട്ട, ചാട്ട് മസാലയും കുരുമുളക് പൊടിയും കൂടെ, ഒരു നുള്ളി ചാട്ട് മസാലയും ബാക്കി നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും. അപ്പം നമുക്കിതിന് എങ്ങനെയാണ് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചെറിയ പീസ്, ഏറ്റവും ചെറിയ പീസുകളായിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വെജിറ്റബിൾ ചോപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകണം. നിങ്ങൾക്ക് കത്തി വെച്ചിട്ടാണെങ്കിൽ വളരെ തിന്നായിട്ട്, വളരെ കുനുകുനാനിയില്ലേ, അതേപോലെ വേണം നമ്മളിത് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് ഈ സമയത്ത് ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ പീസാക്കി മുറിച്ച ബീൻസ് വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ കിട്ടേണ്ടത്. നന്നായിട്ട് കറക്റ്റായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഒരേപോലെ അരിഞ്ഞു കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും കേട്ടോ ഇത് വെജിറ്റബിൾസ്. അപ്പം നമ്മൾ ബാക്കി എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, ഉപ്പ്, കുരുമുളക് പൊടി, ചാട്ട് മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെജിറ്റബിൾസിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ എത്തേണ്ടതിനായിട്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ഓരോന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഈ റെസിപ്പിയിൽ 3 മുട്ടയാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ്, മെയിനായിട്ടുള്ള ഇത്. പിന്നെ ബ്രെഡിലേക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു ഫ്രൈങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഓരോരോ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് ഈ ഫില്ലിംഗ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗത്ത് വേറെ എണ്ണയോ ബട്ടറോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ബ്രെഡിന് മുകളിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ഫില്ലിംഗ് എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ വെച്ചിട്ട്. അതേ ഭാഗം ഫ്രൈങ് പാനിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഏത് ഭാഗത്താണോ നമ്മൾ മുട്ട ഒഴിച്ചിരിക്കുന്നത് അതേ ഭാഗത്ത് വെച്ച് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോരോ ഷീറ്റായിട്ടും ഫില്ലിംഗ് വയ്ക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. ഫസ്റ്റ് സെറ്റ് ഓൾറെഡി ഫ്രൈങ് പാനിൽ വെച്ചിട്ടുണ്ട്. ഇത് ഓരോരോ സൈഡും ഒരു 3 മിനിറ്റ് വീതമെങ്കിലും ചെറു തീയിലിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നന്നായി മൊരിഞ്ഞു വരുന്നവരെ, നന്നായിട്ട് വെന്ത് വരുന്നവരെ നമ്മളിത് ചെറു തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ബാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷീറ്റെല്ലാം ഫില്ലിംഗ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. അടുത്ത ഷീറ്റ് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് കറക്റ്റ് 10 പീസ് ഷീറ്റിനുള്ളതുണ്ട് കേട്ടോ. 10 ഷീറ്റിനുള്ള റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അത് ഒരു 5 സ്ലൈസ് ബ്രെഡിനുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ബട്ടറിൽ കിടന്ന് ഈ വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ്, നല്ല സ്മെല്ലാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം, ഒരു ബുദ്ധിമുട്ടുമില്ല, അധികം കോസ്റ്റും വരുന്നില്ല. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്നാക്കാണ്. അപ്പം നമ്മുടെ ഈ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മാറ്റിയിട്ടുണ്ട്, അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇതേ പ്രൊസീജിയറിൽ തന്നെ നമ്മൾ അടുത്ത സെറ്റും കൂടെ നമ്മൾ വേവിച്ചെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ മെത്തേഡ് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ബട്ടർ തേക്കുക, അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന ഓരോരോ ഷീറ്റും 2 ഭാഗവും മൊരിച്ചെടുക്കുക. വളരെ എളുപ്പമാണ്. ഇതൊരുപാട് സമയമൊന്നും വേണ്ട. വീട്ടിലെപ്പോഴും ബ്രെഡും മുട്ടയും ഒക്കെ ഉണ്ടാവും. ഒരുവിധം എല്ലാ മിക്ക വീട്ടിലും ഉണ്ടാവുന്നതാണ്.
അപ്പം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് പെട്ടെന്ന് കയറി വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും ഞാൻ ഇട്ടിട്ടുണ്ട്. 2 സൈഡും മൊരിച്ചെടുക്കുകയാണ്. അധികം സമയമൊന്നും വേണ്ട. എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോകും, പെട്ടെന്ന് കരിഞ്ഞു പോകും. മുട്ടയാണെങ്കിലും ബ്രെഡാണെങ്കിലും ഒക്കെ കരിഞ്ഞു പോവും. നമുക്ക് ആ ഒരു ടേസ്റ്റിന് എടുക്കാൻ പറ്റില്ല. അപ്പം നോക്കൂ, നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ഷീറ്റ് ഇവിടെ തയ്യാറാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭാവനാസ് ഫുഡ് ടേബിളിലെ ഓരോരോ വീഡിയോയും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പം അടുത്തൊരു നല്ല വിഭവമായിട്ട്, നല്ല റെസിപ്പിയുമായിട്ട്, ഈസി ആയിട്ട് ചെയ്യാവുന്ന റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്.